പാലക്കാട് മുറക്കാവിൽ ഓണവും നബിദിനവും ഒന്നിച്ചാഘോഷിക്കുകയാണ് നാട്ടുകാർ. മാവേലിയെ മുറിക്കാവ് ജുമാ മസ്ജിദിലെ നബിദിന റാലിയിലെ വിദ്യാർത്ഥികൾ ദഫ് മുട്ടുമായി വരവേറ്റു. ഇന്ന് വലിയ സന്തോഷത്തിലാണ് എല്ലാവരും. തിരുവോണ ദിവസവും നബിദിന ദിവസവും വളരെ അത്യപൂർവമായാണ് ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. സമീപകാലത്തൊന്നും ഇങ്ങനെ എത്തിയിട്ടില്ല. അത് ആഘോഷമാക്കുകയാണ് പാലക്കാട് മുറിക്കാവുള്ള ആളുകൾ. ഇപ്പോ ഈ മുറിക്കാവ് ജുമാ മസ്ജിദിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ മാവേലി ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടുകൂടി വന്ന് ഈ ദഫ് മുട്ടും മറ്റുമായുള്ള നബിദിന ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേരുകയാണ്. മാവേലി ഇതിനു മുമ്പ് മാവേലി ആയിട്ടുണ്ടോ? ഞാനിത് 5ാമത്തെ വർഷമാണ് ഇവിടെ. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആദ്യമാണ് ഇങ്ങനൊരു അനുഭവം ആദ്യമാണ്. എനിക്ക് വളരെ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു വലിയ അംഗീകാരമായിട്ട് ഞാനത് കാണുന്നത്. കാരണം ഈ ഒരു ചടങ്ങിൽ വന്ന് പങ്കെടുക്കാനും ഈ ധന്യമുഹൂർത്തത്തിൽ സാക്ഷിയാകാനും സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇവിടുത്തെ ഉസ്താദാണല്ലേ? ഇപ്പോ ഈ നബിദിനം സാധാരണ റാലിയായി പോകും, ഓണത്തിന് മറ്റൊരു ആഘോഷമായിട്ട് അങ്ങനെ പോകും. ഇപ്പൊ ഒരുമിച്ച് വന്നു, ഇതെങ്ങനെയാണ്? വളരെ സന്തോഷമാണ്. ഇത് അനുഭവം ആദ്യമായിട്ടാണ്. പക്ഷെ അൽഹംദുലില്ലാ വളരെ സന്തോഷമായി. കണ്ടതിൽ വെച്ച് എല്ലാവരും വളരെ സന്തോഷം. ഈ കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു? ദഫിന്റെ കുട്ടികളൊക്കെ എല്ലാവരും നല്ല ഹാപ്പിയാണ്. നാട്ടുകാരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അത് വിശാലമായ രീതിയിൽ വളരെ മനോഹരമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ പ്രധാന സംഘാടകരാണ് പള്ളി സെക്രട്ടറിയാണ്. ഈ പള്ളിയുടെ അനുഭവത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല? ഇതിനു മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നബിദിനം മറ്റേ ഓണം ഒക്കെ ഒരുമിച്ച് വന്നതുകൊണ്ട് വളരെ സന്തോഷം. ഈ മുറിക്കാവ് പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹൃദത്തിൻ്റെ കേന്ദ്രമാണ്. രാഷ്ട്രീയ ഭേദമോ ജാതി ഭേദമോ ഒന്നുമില്ല ഇവിടെ. ഇതുവരെ ഒരു ഇതുമില്ല. നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നബിദിനം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നബിദിനം ആയതുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ ഏർപ്പാടുകളുണ്ട്. അത് നമ്മൾ മറ്റുള്ള ഇതര സഹോദരന്മാരെയും ഉൾപ്പെടുത്തി അവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് നാളേക്ക് ആക്കി വെച്ചത്. ഇപ്പോൾ ഈ കുറച്ച് കൊച്ചു കുട്ടികളുണ്ട്. മാവേലിനെ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടുന്ന്? സ്കൂളിൽ നിന്നോ? കാണാറുണ്ട്. ഇപ്പോ ഈ മദ്രസയിലേക്ക് മാവേലി വന്നു അല്ലേ? വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്താ പറയാനുള്ളത്? ഇന്ന് എന്തൊക്കെയാ ദിവസം? ഓണമാണ്, നബിദിനമാണ് അല്ലേ? പാട്ട് പാടോ? ആരാ പാട്ട് പാടാ? ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്. ലായുമിനു അഹദും ബില്ല ലായുമിനു അഹദും ബില്ല ഇല്ലാ ബിഹുബ്ബി റസൂലില്ല. മണ്ണിൽ നല്ലൊരു ദീനുണ്ട്, ദീനിന് നേതാവുന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട്, മുഹമ്മദിയായ നബിയുള്ള. അറിയോ ഒരു പാട്ട് പാടുവോ? ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, എല്ലാരും പാടിക്കോ. ഊഞ്ഞാലിട്ടല്ലോ കോടി വന്നല്ലോ, ഉണ്ണി ചാടി മറഞ്ഞല്ലോ, കൂട്ടുകാരെ ഊഞ്ഞാലിട്ടല്ലോ, അടിപൊളി. ഇപ്പോ നിങ്ങളാണ് ഇതിന്റെ ഒരു സംഘാടനം എന്നുള്ള നിലയ്ക്ക് മുൻപന്തിയിൽ നിന്നത്. ഇങ്ങനെ ഒരു ആശയം വരാനുള്ളൊരു കാരണം? എന്തായാലും ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണ്. കാരണം ഈ ഓണവും അതുപോലെ തന്നെ ഈ നബിദിനവും ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് കൃഷ്ണപിള്ള വായനശാലയുടെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഞങ്ങൾക്ക് ഇത് നടത്താൻ കഴിഞ്ഞു. ഇതൊരു തുടക്കമാവട്ടെ. എന്തായാലും വളരെ വളരെ എല്ലാവർക്കും നബിദിനം ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഒരു റിയൽ കേരള സ്റ്റോറിയുടെ ഒരു കാഴ്ച കൂടിയാണ് പാലക്കാട് നിന്ന് പങ്കുവെക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.